പട്ടാള നിയമത്തിനെതിരായ ദക്ഷിണ കൊറിയയുടെ പ്രതിഷേധങ്ങൾക്ക് ഉത്സവ അന്തരീക്ഷമായിരുന്നു. കെ-പോപ്പ് ഗാനങ്ങൾക്കൊപ്പം ചുവടുവയ്ക്കുന്ന പതിനായിരങ്ങളും താളത്തിൽ മുഴങ്ങിയ മുദ്രാവാക്യങ്ങളും പ്രതിരോധത്തിന്റെ പുതിയ മുഖമാകുന്നതാണ് അവിടെ കണ്ടത്. ജോർജിയയിൽ സർക്കാരിനെതിരായ ജനകീയ സമരത്തിനിടെ പോലീസിനു നേർക്ക് പടക്കപ്രയോഗം നടന്നൊരു ദൃശ്യം അടുത്ത കാലത്ത് വൈറലായിരുന്നു. ദക്ഷിണ കൊറിയയിൽ പക്ഷേ ഭരണകൂടവുമായി ഏറ്റുമുട്ടുന്നതിന് ജനം കയ്യിലെടുത്തത് ലൈറ്റ് സ്റ്റിക്കുകളാണ്. മെഴുകുതിരി പ്രതിഷേധങ്ങളുടെ കുറച്ചുകൂടി ന്യൂജൻ പതിപ്പ്. രാത്രിയുടെ അതിശൈത്യത്തെ അവഗണിച്ച് നിരത്തിലിറങ്ങിയ ജനക്കൂട്ടത്തിന്റെ ഊർജം ചോരാതെ കാത്തത് കെ-പോപ്പ് സംഗീതവും. കെ-പോപ്പ് സംഗീതത്തിനും ബാൻഡ് മേളങ്ങൾക്കുമൊപ്പം ഇംപീച്ച് യൂൺ സുക് യോൾ എന്ന മുദ്രാവാക്യം മുഴങ്ങി. പോസ്റ്ററുകളായി ഉയർന്നത് പ്രസിഡന്റിന്റെ മീമുകൾ. ഒരു രാജ്യത്തെ മുന്നറിയിപ്പില്ലാതെ പട്ടാള നിയമത്തിന് കീഴിലാക്കിയ പ്രസിഡന്റിനെതിരെ ജനം പ്രതിരോധം തീർത്തത് അങ്ങനെയാണ്. മണിക്കൂറുകൾ മാത്രമാണ് നീണ്ടുനിന്നതെങ്കിലും ദക്ഷിണ കൊറിയയിലെ പട്ടാള നിയമത്തെ പരാജയപ്പെടുത്തിയത് ആ പ്രതിഷേധങ്ങളാണ്. എന്തുകൊണ്ട് കെ-പോപ്പ് എന്ന ചോദ്യത്തിന് സംഘാടകർക്ക് ഉത്തരമുണ്ട്. രാഷ്ട്രീയ നിഷ്പക്ഷത സൂക്ഷിക്കുന്ന ഒരു സംഗീത ശാഖയാണ് കെ-പോപ്പ്. പ്രതിഷേധകരുടെ നിഷ്പക്ഷത പ്രതിഫലിപ്പിക്കാൻ അതിന് കഴിയും. ആഗോളതലത്തിൽ ആസ്വാദകരുള്ള സംഗീതം കൗതുകവും അതുവഴി ലോകശ്രദ്ധയും പിടിച്ചുപറ്റും. തലമുറ വ്യത്യാസമില്ലാതെ ഐക്യപ്പെടാൻ അനുവദിക്കും. നിയമപാലകരോട് ഏറ്റുമുട്ടാതെ ശക്തി പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പ്രസിഡന്റ് യൂൺ സുക് യോളിനെതിരായ ഒരു ഇംപീച്ച്മെന്റ് ശ്രമം പരാജയപ്പെട്ടതോടെ ഇനിയും സമരം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രസിഡന്റ് സ്വയം രാജിവെക്കുകയോ ഇംപീച്ച് ചെയ്യപ്പെടുകയോ ചെയ്യുന്നതുവരെ ഇതേ പ്രതിഷേധം ദക്ഷിണ കൊറിയയുടെ തെരുവുകളിൽ തുടരുമെന്നർത്ഥം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.